ഇന്നലെ ഇവരുടെ തന്നെ മീഡിയ ഔട്ട്ലെറ്റ്സ് എന്നെ ആന്റി നാഷണൽ ആണ്, എനിക്ക് ആന്റി നാഷണൽ ബന്ധമുണ്ടെന്നുള്ള രീതിയിൽ ന്യൂസ് വിട്ടിരുന്നു. ഒരു ആവശ്യത്തെ പറഞ്ഞു പോയെന്ന് വെച്ചാൽ ഇനി അതിനെ പിടിച്ചു കയറിക്കോ. ഒരു ജെൻസി മൂവ്മെന്റ് ഉയർന്നു വരുന്നു. അവർ പറയുകയാണ് തൊഴിലില്ലായ്മ പ്രശ്നം അഡ്രസ് ചെയ്യുന്നതിന് പകരം അവരെ രാജ്യദ്രോഹികളാക്കുക. ഇതൊന്നും പട്ടാള പറഞ്ഞോ? സ്വന്തമായിട്ട് അഭിപ്രായം പറയാൻ മേലെ. പക്ഷെ ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? ഇരിക്കുന്ന ഒരു കുട്ടിയോട് പോലും സംസാരിക്കുന്നത് നിങ്ങളുടെ ചരിത്രം, നിങ്ങളുടെ നിലപാട് ഡിപ്പാർട്ട്മെന്റ് പരിശോധിക്കുമെന്നാണ് പറയുന്നത്. അതെ, മനുഷ്യന്റെ ക്ഷമയ്ക്കൊക്കെ ഒരു അതിരുണ്ട്. അപ്പൊ ഈ സമരം ചെയ്യുന്ന ആളുകളോട്, പ്രതിഷേധിക്കുന്നവരോട്, കർഷകരോട്, ദളിതരോട്, സ്ത്രീകളോട് ഇവരുടെ നിലപാട് എന്തായിരിക്കും? ബോക്സിംഗ് റിംഗിൽ ഇന്ത്യക്ക് വേണ്ടി സ്വർണ്ണം നേടിയ പെണ്ണ് ഇപ്പൊ കരഞ്ഞോണ്ട് നടക്കുകയാണ്. കാരണം അവർ രാഷ്ട്രീയ നിലപാട് പറഞ്ഞു എന്നതിന്റെ പേരിൽ. നമുക്കറിയാവുന്ന മാർഗങ്ങൾ ഇതൊക്കെയല്ലേ ഉള്ളൂ. സത്യത്തിൽ അവ ഉണ്ടാകുമ്പോൾ ഇവർ വിറയ്ക്കുകയും പേടിക്കുകയും ഇവർ ചുംബന വിപ്ലവത്തിൽ തുടങ്ങി കശ്മീർ വരെ എത്തുകയും ചെയ്യുമ്പോൾ പാതി ആളുകളും ഗ്രേ ഷെയ്ഡിലായി. അവർ പിന്നെ മിണ്ടുകയില്ല. വെറുപ്പിച്ച് അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കും. ഞാനും എന്റെ ആളുകളും നിങ്ങളുടെ സാമ്രാജ്യത്തിന്റെ ദാസരായി നിന്നുകൊള്ളാം എന്നെഴുതിയ ആളുകളുടെ പാർട്ടി അവരുടെ പൂർവ്വസൂരികളുടെ രാഷ്ട്രീയത്തെയാണോ ഇന്നും പിന്തുടരുന്നത് നമുക്ക് ചോദിക്കാമല്ലോ. ആ ചോദ്യം കൂടി അഡ്രസ് ചെയ്തുകൊണ്ട് വേണം ഇദ്ദേഹത്തിന്റെ കശ്മീർ വിഷയത്തിലെ നിലപാടാണ് ഈ കുഞ്ഞു കുട്ടികളോട് നിലപാടുകളോട് പോലും നിങ്ങൾ പ്രതികരിക്കുന്ന രൂക്ഷതയും അസഹിഷ്ണുതയും നിർണ്ണയിക്കെങ്കിൽ അതിന്റെ അർത്ഥം ഈ രാജ്യത്ത് ഫാസിസം, പോടാ പുല്ലേ എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഇറങ്ങിപ്പോടാ എന്ന് പറയുന്നതോ ആളുകളെ അടിക്കുന്നതോ എല്ലാം ഫാസിസമാണെങ്കിൽ വാക്കുകൾ കൊണ്ട് അമ്മാനമാടി വളർന്നവനാണ് ഈ പിണ്ടിമന പോരാജ്. യഥാർത്ഥ ഫാസിസം അഭിപ്രായം പറയുന്ന ചെറു ശബ്ദങ്ങളെ പോലും രാജ്യദ്രോഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റൽ പരിശോധനയുടെ, നിങ്ങളുടെ പൂർവ്വകാല പരിശോധനയുടെ, നിങ്ങൾ പാകിസ്ഥാൻ ബന്ധവൈരികളാണോ എന്നതിന്റെ ഒക്കെ പാരാമീറ്റർ കൊണ്ട് അനലൈസ് ചെയ്യുന്ന ഈ ബഹളം വെച്ച് ചർച്ചയെ തന്നെ മാറ്റിമറിച്ചില്ല. ചർച്ചയുടെ സ്വഭാവം തന്നെ മാറിയില്ലേ? ചർച്ചയുടെ സ്വഭാവം കശ്മീരായി, ചർച്ചയുടെ സ്വഭാവം പാകിസ്ഥാനായി, ചർച്ചയുടെ സ്വഭാവം രാജ്യദ്രോഹമായി. ഇത് ഇയാളുടെ സ്ഥിരം പരിപാടിയല്ലേ? എങ്ങനെ ഇത്രയും ജനാധിപത്യപരമായ ഒരു വിഷയത്തിന്റെ ചർച്ചയെ എത്ര എളുപ്പത്തിൽ ഡൈല്യൂട്ട് ചെയ്യാൻ, എത്ര എളുപ്പത്തിൽ മാറ്റിമറിക്കാൻ, എത്ര എളുപ്പത്തിൽ നീറ്റിനെ പറ്റിയുള്ള ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ലല്ലോ. അത് കോട്ടപ്പള്ളിയുടെ തന്ത്രപരമായ ഒരു ഒഴിഞ്ഞു മാറ്റമാണ്. അതിന്റെ അർത്ഥം ഈ ആൾക്കൂട്ടം ഒരു പൊളിറ്റിക്കൽ സറ്റയറിനപ്പുറം അവർ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ഈ മുഖ്യധാര, ഈ എന്താണ് അധികാരമുള്ള രാഷ്ട്രീയ പാർട്ടികളെ അസ്വസ്ഥരായി. നമ്മളിവിടെ അത്ഭുതം കാണിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനോട് പോലും അസഹിഷ്ണുത പുലർത്തുന്നത് വളരെ 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 ജനാധിപത്യ വിരുദ്ധമാണ്. കൊല്ലക്കടയിലാണ് സൂചി വിൽപ്പന. പ്രതിഭയാണ്, പ്രതിഭാസമാണ്.